നമസ്കാരം, എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അരനൂറ്റാണ്ടിലൊരിക്കൽ നടക്കുന്ന ഏറ്റവും ദൈർഘ്യമേറിയ സൂര്യഗ്രഹണത്തിനാണ് ഇന്ന് ലോകം സാക്ഷ്യം വഹിക്കുക. ഉച്ചയ്ക്ക് സന്ധ്യ പോലെ തോന്നിക്കുന്ന സമ്പൂർണ്ണ സൂര്യഗ്രഹണമായിരിക്കും ഇന്ന് നടക്കുന്നത്. സൂര്യഗ്രഹണ സമയത്ത് സൂര്യനും ചന്ദ്രനും ഭൂമിയിൽ പൂർണ്ണമായി വിന്യസിക്കുകയും സൂര്യന്റെ മുഴുവൻ ഡിസ്കും ചന്ദ്രൻ മൂടുകയും ചെയ്യുന്നു. ഈ സമയം സൂര്യനെ നേരിട്ട് നോക്കിയാൽ കണ്ണിന്റെ കാഴ്ചശക്തി നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ സൂര്യനെ നോക്കുമ്പോൾ സോളാർ ഫിൽറ്ററുകളോ അതുപോലെ പിൻഹോൾ പ്രൊജക്ടർ പോലെയുള്ള സംവിധാനങ്ങളോ ഉണ്ടായിരിക്കണം. ക്യാമറ ലെൻസിലൂടെ സൂര്യനെ വീക്ഷിക്കരുത്. ടെലിസ്കോപ്പ്, ബൈനോക്കുലർ തുടങ്ങിയ ഉപകരണങ്ങളും ഉപയോഗിക്കാൻ പാടുള്ളതല്ല. ഇത് കണ്ണിനെ ദോഷകരമായി ബാധിക്കും. മാതാപിതാക്കളുടെ മേൽനോട്ടമില്ലാതെ കുട്ടികളെയും സൂര്യഗ്രഹണം കാണാൻ അനുവദിക്കരുത് തുടങ്ങിയ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. 100 വർഷത്തിൽ ഒരിക്കൽ മാത്രമേ സമ്പൂർണ്ണ സൂര്യഗ്രഹണം ഉണ്ടാകൂ. US, കാനഡ, മെക്സിക്കോ, നോർത്ത് അമേരിക്കയിലെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിലാണ് സൂര്യഗ്രഹണം ദൃശ്യമാകുക. ഇന്ത്യൻ സമയം രാത്രി 9:12 ഏപ്രിൽ 9 പുലർച്ചെ 2:22 ഇടയിലാണ് സമ്പൂർണ്ണ സൂര്യഗ്രഹണം ദൃശ്യമാവുക. നാസയുടെ തത്സമയ വെബ്കാസ്റ്റിലൂടെ സൂര്യഗ്രഹണം കാണാനാകും. 4 മിനിറ്റ് 27 സെക്കൻഡ് പൂർണ്ണഗ്രഹണം നീണ്ടു നിൽക്കും. വടക്കേ അമേരിക്കൻ രാജ്യങ്ങളിൽ ഗ്രഹണം ദൃശ്യമാകുമെങ്കിലും അമേരിക്കയിലെ ടെക്സസ് മുതൽ മെയിൻ വരെയുള്ള സംസ്ഥാനങ്ങളിൽ മാത്രമായിരിക്കും സമ്പൂർണ്ണ ഗ്രഹണം ദൃശ്യമാകുക. ഇത്തവണ കഴിഞ്ഞ 2 പതിറ്റാണ്ടിനിടയിൽ കണ്ടതിലേക്കും വച്ച് ഏറ്റവും ശ്രദ്ധേയമായ ദൃശ്യവിരുന്ന് തന്നെ കാണാനായേക്കുമെങ്കിലും ഇന്ത്യയിൽ രാത്രിയായതുകൊണ്ട് കാണാൻ കഴിയില്ല. അടുത്ത സമ്പൂർണ്ണ ഗ്രഹണം ഇനി 2026 ഓഗസ്റ്റ് 12 ഇത് അന്റാർട്ടിക് മേഖലയിലാകും പൂർണ്ണമായും ദൃശ്യമാകുക എന്നാണ് ശാസ്ത്രലോകം പറയുന്നത്. സൂര്യഗ്രഹണ സമയത്ത് വടക്കേ അമേരിക്കയുടെ ചില ഭാഗങ്ങൾ ഇരുട്ടിലാകുമെന്നും സന്ധ്യയ്ക്ക് സമാനമായ സാഹചര്യമാകും അനുഭവപ്പെടുകയെന്നുമാണ് വിദഗ്ധർ പറയുന്നത്. മെക്സിക്കോയിൽ നിന്ന് അമേരിക്കയിലെ വിവിധ ഭാഗങ്ങളിലൂടെ കടന്ന് കാനഡയിലേക്കും സമ്പൂർണ്ണ സൂര്യഗ്രഹണം വ്യാപിക്കും. നക്ഷത്രങ്ങൾ പോലും ദൃശ്യമാകാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. നഗ്നനേത്രങ്ങൾ കൊണ്ട് ഇവ ദർശിക്കാൻ സാധിക്കും. ഭൂമിയിലെ എവിടെയെങ്കിലും 18 മാസത്തിൽ ഒരിക്കൽ സൂര്യഗ്രഹണം സംഭവിക്കാറുണ്ട്. 100 വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് ഒരു പ്രദേശത്ത് സമ്പൂർണ്ണ സൂര്യഗ്രഹണം ദൃശ്യമാകുന്നത്. പ്രപഞ്ചത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാനുള്ള അവസരമായിട്ട് കൂടിയാണ് ഇത്തരം സന്ദർഭങ്ങളെ ശാസ്ത്രജ്ഞർ കാണുന്നത്. അതിനാൽ ശാസ്ത്രലോകത്തെ സംബന്ധിച്ച് വളരെ നിർണായകമായ ഒരു ദിവസം തന്നെയാണ് ഇന്ന്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.